ലാവയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലാവ Z71. എൻട്രി ലെവലിൽ വരുന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ വില വരുന്നത് 6300 രൂപയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ Z71ൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ലാവ Z71 വരുന്നത് 5.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. 19:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് കാണാൻ കഴിയാത്തൊരു ഫീച്ചറാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്നുള്ളത്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പിന്നെ റൂബി റെഡ്, സ്റ്റീൽ ബ്ലൂ എന്നീ 2 കളറുകളിലാണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുക. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ A22 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സറൊന്നും അല്ലെങ്കിലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് ഹീലിയോ A22 എന്നുള്ളത്. ഇതൊരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒക്ടാ കോർ പ്രോസസ്സറുകളായ ഹീലിയോ P22 അതുപോലെ സ്നാപ്ഡ്രാഗൺ 439 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 2 GB റാമാണ് ലഭിക്കുന്നത്. പിന്നെ 32 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർ OS സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 5 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 3200 mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 6299 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് വരുന്ന, ഇതിനേക്കാൾ നല്ല ബാറ്ററിയുമായിട്ട് വരുന്ന, ഇതിനേക്കാൾ വലിയ ഡിസ്പ്ലേയും ഒക്കെ ആയിട്ട് വരുന്ന ഫോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ റിയൽമി C2, റെഡ്മി 8A പോലുള്ള ഫോണുകളൊക്കെ. ഇനി അതല്ല, ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടത് ഫിംഗർ പ്രിൻറ്റ് സെൻസറുള്ള ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നതിലും നല്ലത് റെഡ്മി 8A അല്ലെങ്കിൽ റിയൽമി C2 പോലുള്ള ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുന്നതാണ്.